പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ഇത് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അബ്ബാസ് ബിഗത്തിനുള്ള ഒരു മെസ്സേജാണ്. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബിഗത്തിന് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ചുറ്റിക്കറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടക്കുന്നുള്ള ഒരു ബിൽഡിംഗ് കാസർഗോഡ് പട്ടണത്തിലുണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്കും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ആ ബിൽഡിങ്ങിന് നടന്നു പോകുന്നുള്ളത്. നിങ്ങൾ അങ്ങോട്ട് ചുറ്റി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാലിത്തൊഴുത്ത് എന്ന് തന്നെ വേണം പറയാൻ. രാത്രി കാലങ്ങളിൽ അത് കാലിത്തൊഴുത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. രാവിലെ ആണെങ്കിൽ പട്ടിയുടെ ശല്യമാണ്. ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് പോകുന്നുള്ളൊരു ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടാവില്ല. ആരും നോക്കാനില്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ് അതിൻ്റെ ഉള്ളിൽ. കോണിപ്പടിയിലെ മുകളിൽ കയറാൻ വയ്യ. അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ്. മുറുക്കാൻ തുപ്പിയിട്ട് ഇടാത്ത ഭാഗങ്ങളില്ല. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി വളരെയേറെ ഗൗരവത്തിൽ ആ ബിൽഡിങ്ങിനെ നോക്കുകയാണ്. കാരണം കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റി പ്രദേശത്തെ ഒരു ബിൽഡിങ്ങാണത്. നല്ല വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചിട്ട് കറവ് പശു പോലെയാണ് അതിനെ കാണുന്നത്. തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഒന്നും ഇടുന്നില്ല. കുറച്ച് പരസ്യക്കാർ നന്നായിട്ട് പരസ്യം വെച്ചിട്ടുണ്ട്. കാരണം അവരെ പരസ്യം നന്നായിട്ട് വെക്കുന്നത് അവരാണ് വെക്കുന്നുള്ളത്. വേറൊന്നും അതിനകത്ത് നന്നായിട്ടില്ല. ഇരിക്കാൻ പറ്റുന്നില്ല. വെള്ളം ഇങ്ങനെ അങ്ങോട്ട് മൊത്തം സ്പ്രെഡായിട്ടുണ്ട്. ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവിടുത്തെ പല സീറ്റുകളുള്ളത്. പശുക്കൾ അവിടെ കഷ്ടപ്പെടാത്ത സ്ഥലവുമില്ല. മുകളിലാണെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് എല്ലായിടത്തും ഉള്ളത്. മുകളിലത്തെ ഭാഗങ്ങൾ മരം, അതുപോലെ തന്നെ ചെടികളും പിന്നെ വേസ്റ്റുകളും കൊണ്ടിട്ടിട്ട് നിറച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷോപ്പുകാർക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കും. എല്ലാവരും ഒരേപോലെയുള്ള ബോർഡ്. അവിടുത്തെ ബോർഡൊക്കെ ഇപ്പോൾ ഇല്ലേ, കീറി പറഞ്ഞ് അത് ഒരു വല്ലാത്തൊരു കോലം കാണുന്നതാണ് അതിനെ. അപ്പോൾ ആ പറഞ്ഞ് അവരോട് പറയുക, എന്നിട്ടായിട്ട് നല്ല ബോർഡ്, എല്ലാവരും ഒരേപോലെയുള്ള ബോർഡ് വെക്കാൻ പറയുക. അപ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ട്. നിങ്ങൾ നിർദ്ദേശിച്ചാൽ അവർ വെക്കാതിരിക്കില്ല, ഉറപ്പാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മുനിസിപ്പാലിറ്റിയുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തിട്ട് ഏകദേശം 35-40 വർഷമായി. ഈ 40 വർഷമായിട്ടും ഇന്നും മുനിസിപ്പാലിറ്റി ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള 2 വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്. അത് വൃത്തിയാക്കിയിട്ടേയില്ല. ഈ വെള്ളമാണ് താഴത്തുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സുകളും ജനങ്ങൾക്ക് കലക്കിയിട്ടും ചായ ആയിട്ടും ജ്യൂസായിട്ടും വെള്ളമായിട്ടും കൊടുക്കുന്നുള്ളൂ. അത് വലിയ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ഒരു സംഭവമാണ്. അതാരും പിന്നെ ഇതുവരെ മുഖവിലക്ക് എടുത്തിട്ടില്ല. അത് നോക്കേണ്ടത്, അത് ശരിയാക്കേണ്ടത് മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നേ വരെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തിൽ ആ ഒരു ടാങ്കും വൃത്തിയാക്കിയിട്ട് താഴത്തുള്ള വെള്ളം ശുചീകരിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. അതിനകത്ത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ് അതിന് ഉത്തരവാദികൾ. ജനങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണക്കാർ മുനിസിപ്പാലിറ്റിയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഏറ്റവും പെട്ടെന്ന് ആ ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം, നന്നായിട്ടൊന്ന് പെയിൻ്റ് എടുക്കണം, ആ ദ്രവിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് പുതിയൊരു ബിൽഡിംഗ് കെട്ടാനുള്ള ഒരു സംവിധാനം നോക്കും മുനിസിപ്പാലിറ്റി. ആ ചുറ്റുഭാഗത്ത് മൊത്തം പിന്നെ ആൾക്കാരൊക്കെ ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷക്കാർ കൈയടക്കിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ടാക്സിക്കാർ കൈയടക്കിയിട്ടുണ്ട്. പാർക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനം അതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെ നോക്കിയിട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് അധികാരികൾ അവിടെ പോയിട്ട് നല്ലൊരു രീതിയിൽ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെയൊക്കെ കാസർഗോട്ടുകാരെ എല്ലാവരും ആഗ്രഹം. കാരണം ആയിരക്കണക്കിന് യാത്രക്കാർ വരികയും പോവുകയും ചെയ്യുന്നൊരു ബസ് സ്റ്റാൻഡാണത്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി വളരെ ഗൗരവത്തോടെ ആ ബസ് സ്റ്റാൻഡിനെ പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടാതെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റു വശത്ത് ഒരു വനിതാ വിശ്രമ കേന്ദ്രം എന്തൊന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് എന്തിനെന്ന് പോലും ജനങ്ങൾക്ക് അറിയുന്നില്ല. അത് ജനങ്ങൾക്ക് അതിനുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തിനാണിത്, എന്തിനൊക്കെ ഉപയോഗിക്കാം. അതൊരു ഓഫീസ് പോലെയാണ് അവിടെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം ടോയ്ലറ്റാണ്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ആ ടോയ്ലറ്റ് അവിടെ നിലനിൽക്കുന്നത്. അതൊന്നും കൂടി നല്ല രീതിയിൽ പണിത് അതും ജനങ്ങൾക്ക് നൽകണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടിക്കെടുക്കുന്നുള്ള കെട്ടിയിട്ട് അവിടെ വെറുതെ ഇട്ടിട്ടുള്ള ഒരു 10-30 ഷോപ്പുണ്ട്. അതൊക്കെ വരുമാനമാണ് മുനിസിപ്പാലിറ്റീൻ്റെ. ആ ഷോപ്പ് ഏറ്റവും പെട്ടെന്ന് ലേലത്തിൽ വെച്ചിട്ടായിട്ട് കൊടുക്കാൻ നോക്കുക എല്ലാവർക്കും. ആ പുതിയ ബസ് സ്റ്റാൻഡിന് മൊത്തത്തിലൊന്ന് കളർഫുള്ളാക്കി മാറ്റണം. കാരണം കാസർഗോഡ് ജില്ലയുടെ കണ്ണായിട്ട് വരാൻ പോകുന്നുള്ള ഒരു സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. ആ പാലങ്ങളും ഊരാലിങ്ങൾ സൊസൈറ്റി പിന്നെ കെട്ടിത്തന്ന ആ ഒരു ഒറ്റത്തൂണ് പാലവും ആ റോഡും ആ ബസ് സ്റ്റാൻഡൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ഒരു വേറെ ലെവലിലാണ് പോകുന്നുള്ളത്. അപ്പോൾ അതിന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി
മുൻകൈ എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്ത് വെക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡായിട്ടാണ് അതിനെ മാറ്റേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നുള്ള അബ്ബാസ് ബീഗത്തിന് എല്ലാവിധ പിന്തുണ നമ്മൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് തുച്ഛമായ സമയം ലഭിച്ചെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുള്ള ഒരു ചെയർമാൻ കൂടിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കിട്ടിയ സമയം തുച്ഛമായ സമയമാണ്. അപ്പോൾ ഈ ഒരു സംഭവം അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്തായാലും അതിനുള്ള ഒരു ഓർഡറിങ്ങും ചെയ്തു പോകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നുള്ളത്. താങ്ക് യു.